Greetings to you all. Glorious name of our Lord and Savior, Jesus Christ, who is coming soon to receive all the people who are waiting for the arrival of Jesus Christ. ഇന്ന് രാത്രികാലം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. Last day, Wednesday, we were discussing about the message of the church at Sardis. Today, we are going to discuss the message of Philadelphia Church. Revelation chapter 3, verses 7 to 13. These verses are mentioned for the message to the church at Philadelphia. അതില് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രി ചിന്തിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനും ആയി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. വേർഡ്സ്: യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. 3 verses today we are going to discuss. The Philadelphia, the word itself means Philadelphia. Phileo means love. Delphia means brotherly love. Philadelphia means the brotherly love. ചർച്ച് ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ AD 1750 മുതൽ 1906 വരെയുള്ള 151 വർഷത്തെ ചരിത്രമാണ് ഫിലഡൽഫിയ സഭയുടെ കാലയളവിൽ ഈ ഭൂമിയിൽ സംഭവിച്ചത്. അല്പം കൂടെ പറഞ്ഞാൽ, all the missionary organizations were started in this church and they have been sending missionaries into different parts of the world. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മിഷണറിമാരെ അയച്ചതും മിഷണറി സംഘടനകൾ ഉടലെടുത്തതും ഈ കാലഘട്ടത്തിലാണ്. This church is called the faithful church. വിശ്വസ്തതയുള്ള ഒരു സഭ. ഈ സഭയെ കുറിച്ച് ഒഴികെ എല്ലാ സഭകളെ കുറിച്ചും പരിശുദ്ധാത്മാവ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. But according to the Philadelphia church, there is no demerits pointed out. ഫിലഡൽഫിയ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു ഡിമെറിറ്റ്സും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ there are some merits for the people who lived in the period of Philadelphia church. ഒരിക്കൽ കൂടെ ഫിലദൽഫിയ
ദൈവസഭയ്ക്ക് സഹോദര സ്നേഹം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഫിലഡൽഫിയ മീൻസ് the brotherly love, the one who loves his brother എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പോ സഹോദര സ്നേഹം വളർത്തിയെടുത്ത ഒരു ദൈവസഭയാണ് ഫിലഡൽഫിയ ദൈവസഭ. ഈ കാലഘട്ടത്തിലാണ് ക്രിസ്തീയ സഭയിൽ മിഷണറി സംഘടനകൾ രൂപീകരിക്കപ്പെടുകയും ചൈനയിലേക്കും ഇന്ത്യയിലേക്കും മറ്റു വിവിധ രാജ്യങ്ങളിലേക്കും സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി മിഷണറിമാരെ അതാത് സംഘടനകൾ ഐക്യം ചെയ്ത് ഈ കാലഘട്ടത്തിലാണ്. എന്ന് പറയുമ്പോ ഫിലഡൽഫിയ സഭയുടെ കാലഘട്ടം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ വിത്ത് പാകുവാനായി മിഷണറിമാരെ നിയോഗിക്കപ്പെട്ട കാലഘട്ടമാണ് ഫിലഡൽഫിയ ദൈവസഭയുടെ കാലഘട്ടം. AD 1750 1750 മുതൽ 1905 അമേരിക്കയിലെ അസൂസ സ്ട്രീറ്റിലും ഇന്ത്യയിലെ രമാബായിയുടെ വീട്ടിലും പരിശുദ്ധാത്മാവിന്റെ ഔട്ട് പോറിംഗ് രണ്ടാമതുണ്ടാകുന്ന കാലഘട്ടം വരെയുള്ള 1151 വർഷത്തെ ക്രിസ്തീയ സഭയുടെ ചരിത്രം ഫിലഡൽഫിയ സഭയുടെ ചരിത്ര കാലഘട്ടങ്ങളുണ്ട്. ഞാൻ ചരിത്രം ഇവിടെ വിടുകയാണ്. ഇറ്റ് ക്യാൻ ബി read in different parts of the Christian church history. അതുകൊണ്ട് I am leaving the historical background of the Philadelphia church. ഇവിടെ പറയുന്നു ഫിലഡൽഫിയ സഭയുടെ ദൂതന് എഴുതുക. ശ്രദ്ധിക്കുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും യേശു കർത്താവാണ് എല്ലാ സഭകളോടും സംസാരിക്കുന്നത്. എല്ലാ സഭകളോടും സംസാരിക്കുന്നത് യേശു കർത്താവ്, the Son of God. He himself describes that I am holy and I am the truth. I hold the keys of the tribe of David. ദാവീദിന്റെ താക്കോലുള്ളവൻ സത്യവാനും വിശുദ്ധനുമായവൻ. ദൈവപുത്രൻ തന്നെ ദൈവസഭയ്ക്ക് ദൂതെഴുതി അവരോട് പറയുകയാണ്, I am that I am. യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, യെശയ്യാ 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യെശയ്യാവ് യഹോവയായ ദൈവത്തെ കാണുകയാണ്. അപ്പോ 6 സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അട്ടഹസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പിനെ യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നു, I am holy and truth. Our words will be reading in English, or that words will be reading in English. And to the angel of the church in Philadelphia write, these things says he that is holy, he that is true, he that has the key of David, he that opens and no man shuts, and shut no man open it. കർത്താവ് പറയുന്നു,
വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയ ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. ശ്രദ്ധിക്കുക, യേശുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നു, the lion of the tribe of Judah, the root of the devil, bright and morning star. യേശുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ചില വിവരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദാവീദിന്റെ ഗോത്രത്തിന്റെ പേരും ദാവീദിന്റെ പേരും യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ശുഭ്രവും തേജോമയനുമായ ഉദയ നക്ഷത്രം കരങ്ങളിൽ വഹിക്കുന്ന ദൈവപുത്രൻ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക, റൂട്ട് ആൻഡ് ഓഫ്സ്പ്രിംഗ് ഓഫ് ദ ഡേവിഡ് ആൻഡ് ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ ആൻഡ് ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ. ഇവിടെ പറയുന്നു, വിശുദ്ധനാണ്, സത്യവാനാണ്, ദാവീദിന്റെ ഗോത്രത്തിന്റെ താക്കോലുള്ളവനാണ് ഞാൻ. That means the authority person, supreme authority is given to Jesus. കർത്താവ് തന്നെ പറയുന്നുണ്ട് മത്തായി 22-ാം അധ്യായത്തിൽ അതിന്റെ 18-ാം വാക്യത്തിൽ, Jesus himself says that all the power and authority has been given unto me. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഭൂമിയിൽ പോയി സകലരോടും സുവിശേഷം അറിയിപ്പി. മത്തായി 22-ാം അധ്യായത്തിൽ മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 28-ന്റെ 18-ാം വാക്യം മലയാളത്തിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മാത്യു ചാപ്റ്റർ 28 വേർഡ്സ് 18. യേശു അടുക്കൽ ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു പറയുകയാണ്, in heaven and earth all the authority and power is given unto me. അതാണ് വിശ്വത്തിൽ കർത്താവ് പറയുന്നു, യേശു അടുക്കൽ ചെന്ന് ശിഷ്യന്മാരോട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. All authority and power has been given unto me. ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം ഫിലദൽഫിയ ദൈവസഭയോടുള്ള ദൂത് എഴുതി അറിയിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവ് യേശു കർത്താവ് നേരിട്ട് ദൈവസഭയോട് പറയുന്നു, വിശുദ്ധനും സത്യവാനും. രണ്ടാമത്തെ പ്രയോഗം, ഒന്ന് വിശുദ്ധൻ, he that is holy, he that is truth, he hold the keys of David. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ. 3 ഡിസ്ക്രിപ്ഷനിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. he that is holy, he that is truth, he holds the keys of David. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും. ഞാൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ഞാൻ അടച്ചാൽ ആർക്കും തുറക്കാനും കഴിയുകയില്ല. That means Jesus Christ has all authority in heaven and earth. ഇവിടെ പറയുന്നു, ഫിലദൽഫിയയിലെ ദൂതന് എഴുതുക, വിശുദ്ധൻ സത്യവാൻ ദാവീദിന്റെ താക്കോലുള്ളവനായി ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ഡയറക്റ്റ് മെസ്സേജ് ടു ദ ചർച്ച് അറ്റ് ഫിലദൽഫിയ.
ഫിലദൽഫിയ സഭയ്ക്ക് ഡയറക്റ്റായി കർത്താവ് മെസ്സേജ് പറയുക. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ അവന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും. അവന്റെ രാജ്യത്തിന് യാതൊരു അവസാനം ഉണ്ടാകില്ല. അവൻ ദാവീദ് ഗോത്രത്തിൽ എന്നേക്കും രാജാവായിരിക്കും. രാജാവിന്റെ അധികാരമുള്ളവൻ, ദാവീദിന്റെ സിംഹാസനത്തിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, സത്യവാനും വിശുദ്ധനുമായ ദൈവത്തിന്റെ പുത്രൻ നേരിട്ട് ഫിലദൽഫിയ ദൈവസഭയോട് പറയുന്നു. ദൈവത്തിന്റെ പുത്രൻ നേരിട്ട് ഫിലദൽഫിയ ദൈവസഭയോട് അരുളി ചെയ്യുക. I have all authority and power given unto me in heaven and earth. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോ അവൻ മനുഷ്യപുത്രനാകയാൽ പിതാവ് അവന് ന്യായവിധി നടത്താനുള്ള അധികാരം നൽകിയിരിക്കുന്നു. പിതാവ് പലരെ വിളിച്ച് ഉണർത്തിയതുപോലെ മനുഷ്യപുത്രനും മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ അവന് പാപം മോചിക്കുവാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നു. മർക്കോസ് സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു കർത്താവിന്റെ അടുത്ത് പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ട് വരുന്നു. അപ്പോ ആ വീടിന്റെ മേൽക്കൂര തുറന്ന് 4 പേർ യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഈ പക്ഷവാത രോഗിയെ കൊണ്ടിരുത്തി കിടത്തി. അല്പം കഴിഞ്ഞപ്പോ യേശു പറയുന്നു, മകനെ കിടക്കെടുത്ത് നടക്കാൻ. അന്നൊരു ശബത്ത് നാളായിരുന്നു. നമ്മൾ വായിക്കുന്നതാണ് മത്തായിയുടെയും മാർക്കോസിന്റെയും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ വാദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ യേശു പറയുന്നു, അവനെ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ കിടക്കെടുത്ത് നടക്കാം എന്ന് പറയുന്നത് ഏതാകുന്നു എളുപ്പം എന്ന് വെച്ച് പറയുന്നുണ്ട്. അവൻ മനുഷ്യപുത്രനാകിയ പാപങ്ങളെ മോചിപ്പാൻ അവൻ അധികാരമുണ്ട് എന്നറിയേണ്ടതിന് നിന്റെ കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് കർത്താവ് അരുളി ചെയ്തു. അപ്പോ ആ മനുഷ്യൻ തന്റെ കിടക്കെടുത്ത് വീട്ടിലേക്ക് നടന്നുപോയി എന്ന് നമ്മൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സിനോപ്റ്റിക് ഗോസ്പൽസിലും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തി. അതിന്റെ അർത്ഥം, ജീസസ് ക്രൈസ്റ്റ് ഹു ഹോൾഡ്സ് ദി കീ ഓഫ് ഡേവിഡ്. യേശു തന്നെ പറഞ്ഞ കാര്യമാണ്. യേശു അടുത്ത് വന്ന് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുകയും ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 28-18 വാക്യമാണ് ഞാൻ പറഞ്ഞത്. യേശു അടുത്ത് വന്ന് ശിഷ്യന്മാരോട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലൂക്കോസ് സുവിശേഷം 9-10 അധ്യായങ്ങളിൽ നാം പഠിക്കുമ്പോ യേശു 70 പേരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച് അവരെ അയക്കുന്നു. അവർക്ക് സകല ഭൂതങ്ങളുടെ മേലും സകല വ്യാധികളുടെ മേലും യേശു അധികാരം കൊടുത്തു എന്ന 9-ാം അധ്യായം ലൂക്കോസ് 9-ന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു. 10-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ 70 പേർ പോയി അവർ തിരിച്ചു വന്നിട്ട് കർത്താവിനോട് പറയുന്നു, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങി എന്ന് പറഞ്ഞപ്പോ
അവരോട് പറയുകയാണ്, സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കാണുന്നു. പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും സാത്താന്റെ സകലവിധ അധികാരങ്ങളെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു. അപ്പോ യേശു തന്റെ ശിഷ്യന്മാരിൽ സകലവിധ അധികാരങ്ങളെ പരമേൽപ്പിച്ചു. പിതാവായ ദൈവം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും തന്റെ പുത്രനായ ക്രിസ്തുവിന് കൈമാറി. അതാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. യേശു അടുത്ത് നിന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നു, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായ ദൈവപുത്രൻ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നു. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, if Jesus Christ opens a way, nobody can shut that way. If Lord Jesus Christ shuts a way, nobody can open that way. That means Jesus Christ is the supreme authority under heaven and earth. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ചവൻ ദൈവത്തിന്റെ പുത്രനായ ഒരുവൻ മാത്രമാണ്. ഈ ദൈവത്തിന്റെ പുത്രൻ ഫിലഡൽഫിയ ദൈവസഭയോട് പറയുന്നു, സത്യവാനും വിശുദ്ധനും ദാവീദിന്റെ താക്കോലുള്ളവനുമായ ദൈവത്തിന്റെ പുത്രൻ അരുളി ചെയ്യുന്നു. പറയുന്നു, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനുമായ ദൈവപുത്രന്റെ അരുളപ്പാട്. എന്താ അരുളപ്പാട്? ഐ നോ യുവർ വർക്ക്സ്. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ശ്രദ്ധിക്കുക, 7 സഭകൾക്ക് ദൂതുകൾ എഴുതിയിട്ടുണ്ട്. ഈ 7 സഭകളിലും ഫിലഡൽഫിയ ദൈവസഭ ഒഴികെ എല്ലാ സഭകൾക്കും ഡീമെറിറ്റ്സുകളുണ്ട്. ഫിലഡൽഫിയ ദൈവസഭയ്ക്ക് ഒരു ഡീമെറിറ്റ്സും കർത്താവ് പറഞ്ഞിട്ടില്ല. അവരോട് പറയുന്നു, only little power, നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ. ഞാനിതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കാലയളവിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനിടയായി തീർന്നത്. കർത്താവിന്റെ മിഷണറി സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. ലണ്ടൻ കേന്ദ്രീകരിച്ച്, അമേരിക്ക കേന്ദ്രീകരിച്ച് വിവിധങ്ങളായ മിഷണറി സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ ലണ്ടൻ മിഷണറിമാര്, LMS മിഷണറീസ്, CMS മിഷണറീസ്, അങ്ങനെ മിഷണറിമാർ ഇന്ത്യ മഹാരാജ്യത്തിലേക്കും ചൈനയിലേക്കും ആഫ്രിക്കയിലേക്കും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അവർ സുവിശേഷത്തിന്റെ തുറക്കപ്പെട്ട വാതിലുകൾ കൂടെ കടന്നുപോയി. അവർ ക്രിസ്തുവിന്റെ സ്നേഹം ആർക്കും അടയ്ക്കാൻ പാടാത്ത വിധത്തിൽ തുറന്നിരിക്കുന്ന വാതിലുകളിൽ കൂടെ അവർ കടന്നു എന്ന് സുവിശേഷത്തിന്റെ ശക്തിയുടെ പ്രഘോഷണം ഘോഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൽ സുവിശേഷ ഘോഷണം എത്തുവാനിടയായത്. അങ്ങനെയാണ് ചൈനയിൽ സുവിശേഷ ഘോഷണം എത്തുവാനിടയായത്. അങ്ങനെയാണ് ആഫ്രിക്കയിൽ സുവിശേഷ ഘോഷണങ്ങൾ എത്തുവാനിടയായത്. AD 52 സെന്റ് തോമസ് came to India. That is a matter. അതൊരു സത്യമായ കാര്യമാണ്. One among the disciple of
Lord Jesus Christ, AD 52, St. Thomas came to India. After that, the missionary organizations have sent different missionaries to different nations. അങ്ങനെ ഇന്ത്യയിലും സുവിശേഷത്തിന്റെ വിത്തുകൾ പാകുവാനിടയാണ്. ഈ കാലഘട്ടത്തിൽ റിഫോർമേഷനിൽ കൂടെ, നവീകരണത്തിൽ കൂടെ റോമൻ കത്തോലിക്ക സഭയെ നവീകരിച്ചുകൊണ്ട് മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, ജോൺ വൈക്ലിഫ്, ജോൺ ഹൂസ്, അങ്ങനെ പല മിഷണറിമാർ, നവീകരണകർത്താക്കൾ സുവിശേഷത്തിന് വേണ്ടി മുമ്പോട്ട് വരുവാനിടയാണ്. റോമൻ കത്തോലിക്ക സഭ പാരമ്പര്യങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നപ്പോ മാർട്ടിൻ ലൂതർ കെയിം and he said that we no need to preach about the tradition for the salvation. No need to preach about the indulgence. Salvation comes through faith. Salvation comes through faith. വിശ്വാസത്താലുള്ള നീതീകരണം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള റോമാലേഖനത്തിലെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ Martin Luther came to a decision that scripture is everything. There is no tradition, no need to give importance to the tradition, but we need to give importance to the scripture. ബൈബിളിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജനത്തിന്റെ ഇടയിലേക്ക്, ജനത്തിന്റെ നടുവിലേക്ക് തിരുവചനം പ്രചരിക്കുവാനിടയായി. റോമൻ കത്തോലിക്ക സഭയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ലാറ്റിൻ is the official language of the Roman Catholic Church. From the end of the 3rd century, Latin Bible, St. Jerome has translated Septuagint into Latin. Greek Bible has been translated into Latin. The end of 3rd century, St. Jerome, that Latin translation is called the Vulgate translation. Latin Bible അതിന്റെ പേരാണ് Vulgate translation. Latin എല്ലാവർക്കും Latin as the official language of Roman Catholic Church. The laymen were not able to read and study the Latin language. Only priests and elders of the church were supposed to read and propagate the Bible. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് മാർട്ടിൻ ലൂതർ കിംഗ്, he was a presbyter, he was a bishop and a theologian from Germany. He fought against the then Pope and wrote 95 theses on the St. Peter's Basilica Church and came out of the Roman Catholic Church and started a reformed group in the Roman Catholic Church. That group is called the Reformed Church. മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ ബൈബിളിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനത്തെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിർത്തുവാൻ ആഗ്രഹിച്ച് നവീകരണം കത്തോലിക്ക സഭയിൽ ആരംഭിക്കുന്നു. അങ്ങനെ കത്തോലിക്ക സഭയിൽ നവീകരണം ആരംഭിച്ചു
ദൈവസഭയ്ക്കകത്ത് റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു വന്ന നവീകരിക്കപ്പെട്ട ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നു. The Reformed Church. That Reformed people, they have expanded in the church into different parts of the world. അവരിൽ പ്രധാനപ്പെട്ട ജോൺ കാൽവിൻ, ജോൺ ഹൂസ്, ജോൺ വൈക്ലിഫ്, like that many people want to reform the Catholic Church. കാത്തലിക് സഭയെ, റോമൻ കത്തോലിക്ക സഭയെ റിഫോം ചെയ്തുകൊണ്ട് മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ പുറത്തേക്ക് വന്നതായ ഒരു വലിയ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ കാലഘട്ടം 1750 അവസാനിക്കുന്നു. അതിനുശേഷമുള്ള കാലഘട്ടത്തിലുള്ള ദൈവസഭയാണ് ചർച്ച് പീരീഡ് അറ്റ് ഫിലഡൽഫിയ. ഫിലഡൽഫിയയുടെ പീരീഡിൽ ജീവിക്കുന്ന ദൈവസഭ. അവരുടെ പേര് തന്നെ ബ്രദർലി ലവ്. They have expanded in this time. Printed Bible was available. Printed Bible was not available. They have written manuscripts, different manuscripts. അങ്ങനെ ദൈവസഭ വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. ആയിരക്കണക്കിന് മിഷണറിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തു. അങ്ങനെ സുവിശേഷത്തിന്റെ വിത്തുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപരിക്കുക. ഫിലദൽഫിയ ദൈവസഭയോട് കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഒന്ന്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. രണ്ട്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. You have only little strength. You have not denied my name. നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ശക്തി പറയുവാനൊന്നും ഇല്ല. ഇവിടെ കർത്താവ് പറയുന്നു, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. I know your works. Even though you have little strength, you are not denied my words. എന്റെ നാമം നിങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ഞാൻ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ, ആർക്കും തുറക്കുവാനും കഴിയാത്തതായ ഒരു വാതിൽ. തന്നെ തുടക്കത്തിലേ പറഞ്ഞു, He that holy, he has the truth, he has the keys of David. The one who opens the door, one who shuts the door. ഒരു വാതിൽ തുറക്കുന്നവനും അടയ്ക്കുന്നവനുമായ ദൈവത്തിന്റെ പുത്രൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് കർത്താവ് തന്റെ ഡിസ്ക്രിപ്ഷൻ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വലിയ വാതിൽ തുറന്നു വച്ചിരിക്കുക, അതാർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ശ്രദ്ധിക്കുക, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല, നീ എന്റെ വചനം കാത്തു. ശ്രദ്ധിക്കുക, you have kept my words, have not denied my words. നിങ്ങൾ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല, നിങ്ങൾ എന്റെ വചനം കാത്തു. കർത്താവിനോട് പറയുന്നു, യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും എന്ന് പറഞ്ഞാൽ, ഇത് there were some people
who have been coming to the church from the synagogue of Satan. കർത്താവ് പറയുന്നു, യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരാണ് എന്ന് പറയുന്ന ചിലർ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരും. അവർ നിന്നെ സ്നേഹിച്ച് എന്നറിയുവാനും സംഗതി വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നിന്നെ സ്നേഹിക്കുന്നു എന്നറിയാനും ഞാൻ സംഗതി വരുത്തും. ശ്രദ്ധിക്കണേ, ഫിലദൽഫിയ സഭയുടെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് എത്രത്തോളം മിഷണറി പ്രവർത്തനങ്ങളിൽ ജാഗൃതരായിരിക്കുവാൻ സാധിച്ചുവോ അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആരും അടയ്ക്കാതെ വണ്ണം തുറന്നിരിക്കുന്ന ഒരു വാതിൽ കർത്താവ് ദൈവസഭയുടെ മുമ്പിൽ തുറന്നിട്ടിരുന്നു. അങ്ങനെ വാതിൽ തുറന്നിട്ടിരുന്നത് കൊണ്ട് ആ ദൈവസഭ കർത്താവിന്റെ നാമത്തിൽ മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഈ കാലഘട്ടത്തിലെ സഭയെ വിളിക്കാവുന്ന ഒരു പേരാണ് ദ മിഷണറി ചർച്ച്. ഒരെണ്ണം കൂടെ പറയുകയാണ്, ദിസ് ചർച്ച് ഈസ് കോൾഡ് ആസ് ദ ഫെയ്ത്ത്ഫുൾ ചർച്ച്. വിശ്വസ്തതയായിരുന്നൊരു സഭ. അപ്പോ ആർക്കും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനുമായ ദൈവപുത്രൻ ദൈവസഭയോട് അരുളി ചെയ്യുക, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നീ എന്റെ വചനം കാത്തു, നീ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. അപ്പോ അല്പം മാത്രം ശക്തിയുള്ളെങ്കിൽ പോലും ദൈവത്തിന്റെ വചനത്തെ പരിശുദ്ധിയോടെ കാത്തു. എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എല്ലാ കാലഘട്ടത്തിലും വിശുദ്ധിക്ക് വേണ്ടി നിലനിന്നിരുന്നതായ ഒരു കൂട്ടം ജനം ദൈവസഭയിൽ ഉണ്ടായിരുന്നു. അന്ധകാര കാലഘട്ടങ്ങളിലും സർദീസ് ദൈവസഭയുടെ കാലഘട്ടത്തിലും ഫിലദൽഫിയ ദൈവസഭയുടെ കാലഘട്ടത്തിലും കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് അല്പേ ശക്തിയുള്ളൂ. യു ഹാവ് ഓൺലി ലിറ്റിൽ സ്ട്രെങ്ത്, ബട്ട് യു ഹാവ് കെപ്റ്റ് മൈ വേർഡ്സ് ആൻഡ് നോട്ട് ഡിനൈഡ് മൈ നെയിം. നിനക്ക് അല്പം മാത്രമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു. 2, നീ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. എന്നുവെച്ച് പറയുകയാണ്, യഹൂദന്മാരാണെന്ന് പറഞ്ഞ് യഹൂദന്മാരല്ലാതിരിക്കുന്ന ചിലർ സാത്താന്റെ പള്ളികളിൽ നിന്ന് വരും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും നിന്നെ സ്നേഹിപ്പാനും സ്നേഹിച്ചു എന്നറിയുവാനും ഇടവരുത്തും. എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ പ്രവർത്തനങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ചില മോട്ടിവേഷൻസ്, അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത പറയുന്നു, സഹിഷ്ണുതയെ കുറിച്ചുള്ള വചനം നീ കാത്തുകൊണ്ടതിനാൽ, സഹിഷ്ണുതയെ കുറിച്ചുള്ള വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷ കാലത്ത് ഞാൻ നിന്നെയും കാത്തു. ശ്രദ്ധിക്കുക, തുടക്കത്തിൽ കർത്താവ് പറഞ്ഞതിന് അല്പമേ ശക്തിയുള്ളൂ. But you have kept my words and not denied my name. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, നീ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. എന്നുവെച്ച് കർത്താവിനോട് പറയുന്നു, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തതിനാൽ
ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എന്നും വരുവാനുള്ള പരീക്ഷ കാലത്ത് നിന്നെയും ഞാൻ സംരക്ഷിക്കും. ചിന്തിക്കുക, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യേശു പറഞ്ഞു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു. രണ്ട് കാര്യമാണ് അവിടെ, മൂന്ന് കാര്യം പറഞ്ഞു. ഒന്ന്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, യു ഹാവ് ഓൺലി ലിറ്റിൽ സ്ട്രെങ്ത്, ബട്ട് യു ഹാവ് കെപ്റ്റ് മൈ വേർഡ്സ്. തേർഡ് വൺ, യു ആർ നോട്ട് ഡിനൈഡ് മൈ നെയിം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, നീ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നു, സഹിഷ്ണുതയ്ക്കുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ വരുവാനുള്ള പരീക്ഷ കാലങ്ങളിലും ഞാൻ നിന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷമായി ഈ ഭൂമിയിൽ വസിക്കുന്നവർക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആരംഭിക്കുന്ന 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ദൈവവചനം കാക്കുന്നവർക്ക് കർത്താവ് പറയുന്നു, യു ഹാവ് ഓൺലി ലിറ്റിൽ സ്ട്രെങ്ത്, അല്പമേ നിനക്ക് ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, നീ എന്റെ നാമം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. നീ എന്റെ വചനം കാത്തത് കൊണ്ട് ഈ ഭൂതലത്തിൽ പാർക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഞാൻ അയക്കാൻ പോകുന്ന മഹാപരീക്ഷണ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ നിന്നെയും കാക്കും എന്ന് പറഞ്ഞാൽ, 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ ദൈവസഭ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭ, യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം. യോഹന്നാനോട് കർത്താവ് പറയുന്നു, ഇവിടെ കയറി വരുവീൻ എന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് 4-ാം അധ്യായത്തിൽ. അതോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ആകാശ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ലേഖനം 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട മണവാട്ടി സഭ, യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ ഭൂമിയിൽ പാർക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടിയും ഈ ഭൂമിയിൽ കൈവിടപ്പെട്ടു പോകുന്ന ഒരു മഹാഗ്രൂപ്പ് ജനത്തിനു വേണ്ടിയും ഈ ഭൂമിയിൽ ആരംഭിക്കുന്ന മഹാപീഡനകാലം, മഹാകഷ്ടകാലം, യാക്കോബിന്റെ കഷ്ടകാലം, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ ഓഫ് ദി ട്രൈബ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ കഷ്ടകാലം. ആ കഷ്ടകാലത്തിൽ നിന്ന് ദൈവസഭയെ സംരക്ഷിക്കുമെന്നാണ് കർത്താവിടെ പറയുന്നത്. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും
വരുവാനുള്ള പരീക്ഷ കാലത്തിലും ഞാൻ നിന്നെ കാക്കും. ചിന്തിക്കുക, അല്പമേ ശക്തിയുള്ളൂ. യു ഹാവ് ഓൺലി ലിറ്റിൽ സ്ട്രെങ്ത്. അല്പമേ ശക്തിയുള്ളൂ. ബട്ട് യു ഹാവ് കെപ്റ്റ് മൈ വേർഡ്സ് ഓഫ് പേഷ്യൻസ് ആൻഡ് യു ആർ നോട്ട് ഡിനൈഡ് മൈ നെയിം. നിങ്ങൾക്ക് അല്പം മാത്രമേ ശക്തിയുള്ളൂ, എങ്കിലും നിങ്ങൾ എന്റെ വചനം കാത്തു. നിങ്ങൾ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. കർത്താവ് പറയുന്നു, സകൃഷ്ണതയെ കുറിച്ചുള്ള എന്റെ വചനം നിങ്ങൾ കാത്തതിനാൽ, സകൃഷ്ണതയെ കുറിച്ചുള്ള എന്റെ വചനം നിങ്ങൾ കാത്തതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ നിന്നെ കാക്കും. ശ്രദ്ധിക്കുക, കർത്താവായ യേശു മിശിഹായുടെ മണവാട്ടി സഭ ഈ ഭൂമിയിൽ വരുവാൻ പോകുന്ന, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എന്നും വരുവാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന വലിയ പരീക്ഷ കാലഘട്ടത്തിൽ നിന്ന് ദൈവസഭ സംരക്ഷിക്കപ്പെട്ടിരിക്കും. അതിന്റെ അർത്ഥം, ബിഫോർ ദ ട്രിബുലേഷൻ ഇൻ ദി വേൾഡ്, ബിഫോർ ദി ട്രിബുലേഷൻ ഓഫ് ദി ഇസ്രായേൽ, ഇസ്രായേലിന്റെ കഷ്ടകാലം, യെരമ്യാ ചാപ്റ്റർ 30 30-ാം അധ്യായത്തിൽ പ്രവാചകനായ യെരമ്യാ പറയുന്നു, ഇത് ട്രബിൾഡ് ഡേയ്സ് ഓഫ് ദി പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ കഷ്ടകാലം. ഇസ്രായേലിന് വേണ്ടി ദൈവം ഈ ഭൂമിയിൽ നിയമിച്ചിരിക്കുന്ന അതിഭയങ്കരമായ മഹാപീഡനകാലം. ആ പീഡനകാലം ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവായ യേശു മിശിഹായുടെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട യേശു മിശിഹായുടെ മണവാട്ടി സഭ ആകാശമേഖലയിൽ എടുക്കപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, സകൃഷ്ണതയെ കുറിച്ചുള്ള എന്റെ വചനം നിങ്ങൾ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാൻ പോകുന്ന വലിയ പരീക്ഷയുടെ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ സൂക്ഷിക്കും. എന്റെ പ്രിയ സഹോദരന്മാരെ, തിരുവചനം പറയുന്നു, യു ഹാവ് ഓൺലി ലിറ്റിൽ സ്ട്രെങ്ത്. നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നിങ്ങൾ എന്റെ വചനം കാത്തിരിക്കുന്നു എന്നൊരു കാര്യം നിങ്ങളെ കുറിച്ച് പറയാം. അടുത്തത്, even though you have little strength, you have not denied my name. You have kept my words. കർത്താവ് പറയുന്നു, you have kept my words of patience. സകൃഷ്ണതയെ കുറിച്ചുള്ള എന്റെ വചനം നിങ്ങൾ കാത്തുകൊണ്ടതിനാ ഈ ഭൂതലത്തിൽ വസിക്കുന്നവർക്ക് വേണ്ടി അയക്കുവാൻ പോകുന്ന മഹാപരീക്ഷണ കാലഘട്ടത്തിൽ നിന്നും ഞാൻ നിങ്ങളെയും സംരക്ഷിക്കും. കർത്താവ് തുറന്നു പറയുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസക്കാലം ചിന്തിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇത് മുഴുവൻ തീരത്തില്ല, അതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. കർത്താവ് പറയുന്നു, ദാവീദിന്റെ താക്കോലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനുമായ ദൈവത്തിന്റെ പുത്രൻ ഫിലഡൽഫിയ ദൈവസഭയോട് അരുളി ചെയ്യുന്നു, നിനക്ക് അല്പമേ ശക്തിയും, എങ്കിലും നീ എന്റെ വചനം കാത്തുകൊണ്ടു. നീ എന്റെ നാമം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. എന്നുവെച്ചവരോട് പറയുന്നു, സകൃഷ്ണതയെ കുറിച്ചുള്ള എന്റെ വചനം നിങ്ങൾ കാത്തുകൊണ്ടതിനാൽ ഈ ഭൂതലത്തിൽ വസിക്കുന്നവർക്ക് വേണ്ടി, ഈ ഭൂതലത്തിൽ വസിക്കുന്നവർക്ക് വേണ്ടി ഭൂമിയിലെങ്ങും വരുവാൻ പോകുന്ന വലിയ പരീക്ഷണ കാലഘട്ടത്തിൽ
ഞാൻ നിങ്ങളെയും സംരക്ഷിക്കും. മക്കളെ, കർത്താവായ യേശു മശിഹ ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ അതിവിദൂരതയിൽ സംഭവിക്കും. കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘങ്ങളിൽ വെളിപ്പെടുവാൻ സമയമെടുത്തിരിക്കുക. കർത്താവിന്റെ കാഹളം ധ്വനിക്കുവാൻ സമയമെടുത്തിരിക്കുന്നു. അതാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. കർത്താവ് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോട് ശേഷിക്കുന്നവരായ നാം കർത്താവായ യേശുവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉപായത്താൽ സാത്താൻ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളെയും ക്രിസ്തുവിന്റെ നിർമ്മലതയും വിശ്വസ്തതയും വിട്ട് നിങ്ങൾ ചതിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊരു കാര്യം ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുന്നുണ്ട്. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 11, 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അത് ഞാൻ ഒന്ന് വായിച്ച് ഞാൻ ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 11 വേഴ്സസ് 2 and 3. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വായിക്കുന്നത് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം ചെയ്ത വിവാഹത്തിന് വേണ്ടി നിർമ്മല കന്യകയെ സ്വീകരിപ്പാനായി, മണവാട്ടിയെ സ്വീകരിപ്പാനായി മണവാളൻ ആകാശമേഘമിൽ നിന്ന് പ്രത്യക്ഷപ്പെടുവാൻ കാലമായി. ആകയാൽ ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും നിഷ്കളങ്കയും വിട്ട് ചതിക്കപ്പെട്ടു പോകുമോ, വഷളായി പോകുമോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഭയപ്പെടുകയാണ്. ആകയാൽ എന്റെ പ്രിയ കേൾവിക്കാരെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ സമയം എപ്പോഴെന്ന് നാം ആരും അറിയുന്നില്ല. സർദീസിലെ ദൈവസഭയ്ക്ക് ദൂതെഴുതി അവസാനിക്കുമ്പോൾ കർത്താവ് പറയുക, ഞാൻ കള്ളനെ പോലെ വരും, ഏതു നേരത്ത് നിന്നിലേക്ക് വരുമെന്ന് നീ അറിയുന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ നിനക്കാത്ത നാഴികയിൽ വരുന്നത് കൊണ്ട് ഏത് നേരത്തും
പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ടിരിപ്പി. മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ച് കർത്താവ് പറയുക, പിതാവ് മാത്രമല്ലാതെ ആ നാഴികയും നാളും സംബന്ധിച്ചോ, പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Luke chapter 9 verse 8 and 9. Luke chapter 13 verses 8 and 9. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ച് കർത്താവ് പറയുമ്പോ ആ നാഴികയും നാളും സംബന്ധിച്ചോ, പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രനും കൂടി അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, നാം നനയ്ക്കാത്ത നാഴികയിൽ, നാം ചിന്തിക്കാത്ത നാഴികയിൽ, ഏത് സമയത്തും നമ്മുടെ കർത്താവിന്റെ വരവിന്റെ സമയം അടുത്തിരിക്കുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്നവരെ, ഇതുവരെയും കർത്താവായ യേശു ക്രിസ്തുമായുള്ള വിവാഹ നിശ്ചയം നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ, അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ, യേശു ക്രിസ്തുവുമായുള്ള വിവാഹ നിശ്ചയത്തിനായി നിങ്ങളെ തന്നെ രാത്രികാലം സമർപ്പിക്കും. വിവാഹ നിശ്ചയം കഴിഞ്ഞു, വിവാഹത്തിനായി, വിവാഹ മഹോത്സവത്തിനായി മണവാളൻ മണവാട്ടിയെ ചേർക്കുവാൻ, മണവാട്ടിയെ സ്വീകരിക്കുവാൻ ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടി നമുക്ക് എടുക്കപ്പെടുവാൻ പ്രാർത്ഥനയോടെ, ജാഗ്രതത്തോടെ, വിശുദ്ധിയോടെ, ഭയത്തോടുകൂടെ നമ്മുടെ കർത്താവിന്റെ വരവിനായി ഒരുങ്ങി നിൽക്കാം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കുവാനാകട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രിയിൽ തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്യും. ആരും കൈവിടപ്പെട്ടു പോകാതെ കർത്താവിന്റെ വരവെങ്കിൽ ദൈവസഭ എടുക്കപ്പെടണം. കർത്താവ് ജനത്തെ ഒരുക്കേണ്ടതിനായി സ്തോത്രം. ഏത് നാഴികയിലും ഏത് സമയത്തും യേശു കർത്താവിന്റെ പ്രത്യക്ഷത വെളിപ്പെടുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ പ്രാർത്ഥനയിൽ ജാഗരിച്ചും ഏത് നേരത്തും കാത്തിരുന്നു കൊണ്ട് കർത്താവിന്റെ ഒരുവനായി ഒരുങ്ങുവാൻ എളിവരെയും കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരും ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്നു. Almighty God give you all the blessings. This is Pastor Shanika Thomas signing off from Changanur. Let Almighty God give you blessings. We will meet on Monday if Lord is not coming. Amen. Amen. Amen.